ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവും പ്രവചന പഠനമെന്ന 269 ഭാഗത്തേക്ക് ഏവരെയും പ്രാർത്ഥനയോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ഏറ്റുകൊണ്ട് എനിക്കായി കുരിശിൽ മരിച്ചു യേശു എത്ര നല്ലവൻ, എനിക്കായി കുരിശിൽ മരിച്ചു യേശു എത്ര നല്ലവൻ. 268 ക്ലാസ് കഴിഞ്ഞ ശേഷം, അഥവാ 17-12-2025 മുതൽ നമ്മുടെ പുതുവർഷമായിരിക്കുന്ന ജനുവരി 8-1-2026 വരെയും ക്ലാസ് എടുക്കുവാൻ സാധിച്ചില്ല. അതിന്റെ പ്രധാന കാരണം ഞാൻ ഈ ദിവസങ്ങളിൽ തൃശ്ശൂര് ഉണ്ടായിരുന്നില്ല. എൻ്റെ സ്വന്തം നാട് തിരുവല്ലയിലെ പെരിങ്ങരയാണ്. എൻ്റെ മാതാവിന് 100 വയസ്സ് പ്രായമായി. താന് അത്യാസന്ന നിലയിലായിരുന്നതിനാല് ഞാൻ എൻ്റെ കുടുംബത്തിലായിരുന്നത് കൊണ്ടാണ് ക്ലാസ് എടുക്കുവാനായിട്ട് സാധിക്കാഞ്ഞത്. 269 ക്ലാസ് ആണ് തുടരുന്നത്. അതിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 2 തിമോഥെയോസ് 3-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യത്തിലെ 20 വിഷയങ്ങളിൽ 16-ാമത്തെ വിഷയമാണ് ദ്രോഹികൾ. ഇവരെ ഒട്ടും വിശ്വസിക്കാൻ പാടില്ല. ഇവർ സത്യത്തിലെ ഒറ്റിക്കൊടുക്കുന്നവരാണ്, ചതിക്കുന്നവരാണ്, വഞ്ചിക്കുന്നവരാണ്. നമ്മുടെ സ്നേഹത്തിലൊക്കെ ഇവർ പറയുമെങ്കിലും ഇവരുടെ ഉള്ളിൽ മറ്റുള്ളവരെ ചതിക്കുക അത് നടന്നുകൊണ്ടിരിക്കുന്നു. ഇനിയും മൊത്തത്തിൽ പറഞ്ഞാൽ ആത്മീയ ഗോളത്തിലും ഇത് വർദ്ധിക്കുന്നു. പ്രശ്നത്തിന് കാരണം ആത്മീയ ഗോളത്തിലും ഒരുപാട് ദ്രോഹികളുണ്ട്. കാരണം അവർ മാനസാന്തരപ്പെട്ടു വന്നെങ്കിലും അവരുടെ പഴയ മനുഷ്യന്റെ സ്വഭാവത്തിന് മാറ്റം വന്നിട്ടില്ല. ആ പഴയ ചിന്താഗതിക്കൊന്നും മാറ്റം വന്നിട്ടില്ല. അതാണ് ആത്മീയ മണ്ഡലത്തിലെ ദ്രോഹികൾ. അവര് ആത്മീയ രാഷ്ട്രീയക്കാരാണ്, അവരാണ് പാനലുണ്ടാക്കുന്നവര്, അവർ പ്രശ്നമുണ്ടാക്കുന്നവര്, പിന്നെ ജനത്തെ രണ്ടായിട്ട് തിരിക്കുന്നവര് എന്ന് വേണ്ട, ഇങ്ങനെയുള്ളവരും ധാരാളം ഉള്ളത് കൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഇവരെത്ര മാന്യത ചമഞ്ഞെന്ന് പറഞ്ഞാലും ഇവരുടെ ജീവിതത്തിലെ നിത്യത ലഭിക്കയില്ലെന്ന് ദൈവവചനം ശക്തമായിട്ട് പറയുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇവിടുത്തെ ഭൂമിയിലെ വാസം എന്ന് പറയുന്നത് ഒന്നുമില്ല. മോശ പറഞ്ഞു മനുഷ്യന്റെ ആയുസ് 70, ഏറിയാൽ 80. പക്ഷെ ഇന്നും മരണം നടക്കുന്നത് അവരൊക്കെ താഴെയാണ്. എത്ര പേരാണ് പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുന്നു. ഒന്ന് ഓർത്തുകൊള്ളുക, മരണം കൊണ്ട് അവസാനിക്കുന്നല്ല മനുഷ്യ ജീവിതം. അതിന് അപ്പുറത്തൊരു രാജ്യമുണ്ട്, അതിനപ്പുറത്തൊരു സ്വർഗമുണ്ട്, അതിനപ്പുറത്തൊരു നരകമുണ്ട് എന്നുള്ള കാര്യം ഓർക്കാൻ വേണ്ടിയും കൂടെയാണ് ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത്. ഇനി അതിന് 17-ാമത്തെ ഭാഗം ദാഷ്ട്യക്കാര്, നിഗളത്തിന്റെ വേറൊരു ഭാഗമാണ് ദാഷ്ട്യക്കാര്. അവര് പറയുന്നത് പോലെ നടന്നാൽ ഒരു കുഴപ്പമില്ല. പക്ഷെ അവര് പറയുന്നത് പോലെ അവർക്ക് ഗുണമുള്ളൂ. ഇവർ കടുംപിടുത്തക്കാരാണ്. ഇവർക്ക് മറ്റുള്ളവരോട് വിട്ടുവീഴ്ച എന്ന് പറയുന്ന അവർ തയ്യാറില്ല. അഹംഭാവത്തിൽ ജീവിക്കുന്നവർ, ഇങ്ങനെയുള്ളവർ. ഇനി നമുക്ക് സഭാമണ്ഡലത്തിലേക്ക് വരാം. ഇങ്ങനെയുള്ളവർ സഭയിലുണ്ടെങ്കിൽ പിന്നെ ആ സഭ വളർച്ച ഉണ്ടാകുകയില്ല. വളർച്ചയെന്ന് പറഞ്ഞാൽ പരാജയം മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ ഈ സഭയ്ക്ക്
100 വർഷമോ 90 വർഷമോ ഒക്കെ പഴക്കം ചെന്നെന്ന് പറഞ്ഞാലും ഇന്നും വളരെ വിരളമായി വല്ല 10, 40, 50 പേരും മാത്രം ഇത്രയും വർഷമായ സഭകളിൽ ആളുകൾ വർദ്ധിക്കാത്തതിന്റെ കാര്യം ഈ മേളിൽ പറഞ്ഞവർ ആത്മീയ മണ്ഡലത്തിൽ വന്നതുകൊണ്ടാണ്. പക്ഷേ വരുമ്പം നമ്മള് അവരെങ്ങനെയുള്ളവരാണെന്നൊന്നും അറിഞ്ഞൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റുകയില്ല. പക്ഷെ കാലക്രമത്തിൽ ഇവരിൽ വ്യാപരിക്കുന്ന ആത്മാവ് വെളിപ്പെട്ടുകൊണ്ടിരിക്കും. തടയാനും ബുദ്ധിമുട്ടാണ്. എന്നാൽ അതിനപ്പുറഞ്ഞൊരു കാര്യം പറയുന്നു. പ്രാർത്ഥിക്കുന്നവർ, സഭയ്ക്ക് വേണ്ടി നിൽക്കുന്നവർ, ആത്മാക്കൾക്ക് വേണ്ടി കരയുന്നവർ, മറ്റുള്ളവരെ സഹായിക്കണമെന്ന് ആഗ്രഹമുള്ളവർ, ആത്മാർത്ഥമുള്ളവര് ഒരു 10 പേര് അങ്ങനെ സഭയ്ക്കകത്തുണ്ടെങ്കിൽ ഈ പറയപ്പെട്ടവരുടെ ഒരു കാര്യവും നടക്കുകയില്ല. കാരണം അവർക്കവിടെ പറയുവാൻ പ്രസക്തിയില്ല. പ്രാർത്ഥിക്കുന്നവർ അധികം പേര് സഭയ്ക്കകത്തുണ്ടെങ്കിൽ ഒറ്റ ജഡികൻ പോലും വളരുകയില്ല എന്ന് ഞാൻ ദൈവവചനത്തിലൂടെ ഓർപ്പിച്ചു കൊള്ളുകയാണ്. ഇന്ന് നമ്മുടെ ആരാധനയൊക്കെ നോക്കിയാല് പണ്ടത്തെ ആരാധന ഇന്ന് ഒരു ടൈം ടേബിൾ വെച്ചല്ലേ. ചിലത് 2 മണിക്കൂർ, 2.5 മണിക്കൂർ, 2 മിനിറ്റ് വൈകിയാൽ ഉടനെ സഭയിൽ നിന്ന് ഇറങ്ങി ഓടുന്ന വീട്ടിൽ ഓടുകയാണ്. കാരണം ആത്മീയത ഇല്ലാത്തവരുടെ സ്വഭാവമാണ് എന്നും കൂടെ ഞാൻ ഓർപ്പിച്ചുകൊള്ളുന്നു. എൻ്റെ ഉള്ളത്തിലെ ആഗ്രഹം നമ്മുടെ സഭയിൽ സത്യാരാധന, പരിശുദ്ധാത്മാവ് നിറഞ്ഞ് അന്യഭാഷയിൽ അനവധി സമയം പ്രാർത്ഥിക്കുന്നവരെ, പാട്ടുപാടുന്നവരെ സഭയിൽ വർദ്ധിക്കട്ടെ. അങ്ങനെ വർദ്ധിക്കുന്ന സഭയിൽ ഒരു കാരണവശാലും ഈ പ്രിയപ്പെട്ടവർ ഈ പറഞ്ഞവരില്ലേ അവരുടെ ഒന്നും നടക്കുകയില്ല എന്നും കൂടെ ഓർപ്പിച്ചുകൊള്ളുന്നു. ഇനി 18ാമത്തെ ഭാഗം. ദൈവപ്രിയമില്ലാത്തവർ, ഭോഗപ്രിയർ, ദൈവത്തോട് അല്പം പോലും സ്നേഹമില്ല, ഒരു കടപ്പാടുമില്ല, ജഡത്തിന്റെ ഇമ്പങ്ങളിൽ സന്തോഷിക്കുന്നവർ, അതിലങ്ങ് ആനന്ദം കൊള്ളുന്നവർ, ഇങ്ങനെയുള്ളവർ ധാരാളം വർദ്ധിക്കുന്നതിനാൽ പുറമേയുള്ളവർക്ക് വല്ലവിധനെ കർത്താവിനെ അറിയുവാൻ താല്പര്യമുള്ളതുകൊണ്ട് ഇങ്ങനെയുള്ളവർ വാഴുന്ന, ഞാൻ ശരിയാമെന്നും പറയാം, ദൈവസഭയിലേക്ക് വരാനായിട്ട് താല്പര്യമില്ലാതെ ആയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ഇതെല്ലാറ്റിനും മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്നവനാണ് ഞാന്. കഴിഞ്ഞ 52 വർഷമായി കർത്താവിന്റെ സ്നാനമേറ്റു. 47 വർഷമായി കർത്താവിന്റെ വേല ഇന്നും എൻ്റെ പ്രാപ്തി പോലെ ചെയ്യുന്നു. എൻ്റെ ഹൃദയത്തിന്റെ ആഗ്രഹം അനേകർ യേശുവിലേക്ക് എങ്ങനെയെങ്കിലും ദൈവത്തിന് നേടണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത്. ഇന്ന് ഈ ക്ലാസ് ശ്രദ്ധിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് ആത്മീയമായി വർധനമുണ്ടാകണം. സഭയിൽ പുതിയ പുതിയ ആത്മാക്കൾ വരണം. സ്നാനങ്ങൾ നടക്കണം. യേശുവിന്റെ വരവ് അടുത്തിരിക്കുന്നു. ഒരുങ്ങാം, പോകാം, തയ്യാറാകുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.